ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. നൈപുണ്യ വികസനം, അർദ്ധചാലകങ്ങൾ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയായി. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണത്തിന്റെ വരവറിയിച്ച് നാളെ അത്തം, സജീവമായി പൂവിപണി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനം. പാരീസ് പാരാലിമ്പിക്സിൽ കൂടുതൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ. വിവിധ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. രാവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുരോഗതി അവലോകനം ചെയ്ത നേതാക്കൾ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറി. നൈപുണ്യ വികസനം, ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ, അർദ്ധചാലകങ്ങൾ, ആരോഗ്യം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയായി. ആരോഗ്യം, മരുന്ന് നിർമ്മാണം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയും സിംഗപ്പൂരും ധാരണാപത്രം കൈമാറി. ബ്രൂണെ സന്ദർശനം പൂർത്തിയാക്കി സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ന് സിംഗപ്പൂർ പാർലമെന്റിൽ ആചാരപരമായ സ്വീകരണം നൽകി. ഹരിത ഊർജ്ജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യം നിരവധി ചുവടുവയ്പുകളാണ് കൈക്കൊണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര സോളാർ ഫെസ്റ്റിവലിനെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ സമയം കൊണ്ട് അന്താരാഷ്ട്ര സൌരസഖ്യത്തിലെ അംഗങ്ങളുടെ എണ്ണം 100 ഒരു മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകരെയാണ് ആദരിക്കുന്നത്. ഇത്തവണ 82 അധ്യാപകരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് പുരസ്കാരം. ആലപ്പുഴ SDBVHS സ്കൂളിലെ ജിനു ജോർജ്, പാലക്കാട് കൊണ്ടൂർകുന്ന് VPA UPSലെ K ശിവപ്രസാദ് എന്നീ അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. ആകാശവാണി വൈകിട്ട് 4:10 മുതൽ ചടങ്ങ് തത്സമയം പ്രക്ഷേപണം ചെയ്യും. മുൻ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 5 എല്ലാ വർഷവും ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നടന്ന അധ്യാപക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന TTI PPTTI കലോത്സവത്തിലെ ജേതാക്കൾക്കുള്ള അവാർഡ് വിതരണവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാറുന്ന കാലത്ത് സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് അധ്യാപകർ ചെയ്യേണ്ടതെന്ന് 2024 മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ K ശിവപ്രസാദ് ആകാശവാണി വാർത്തകളോട്. പാലക്കാട് കൊണ്ടൂർകുന്ന് VPA UPSലെ അധ്യാപകനാണ് ഇദ്ദേഹം. സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുക എന്നതാണ് അനിനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സമകാലത്ത് അധ്യാപകർ ചെയ്യേണ്ടത്. പുതുക്കപ്പെടാത്ത മനസ്സുമായി ഒരിക്കലും ഇന്നത്തെ ക്ലാസ് മുറിയെ അഭിമുഖീകരിക്കാനാവില്ല. മുതിർന്നവരെക്കാൾ ബൗദ്ധിക വളർച്ച ആർജിക്കുന്ന സാങ്കേതിക നൈപുണികൾ നേടിയെടുക്കുന്നവരുമാണ് ഇന്നത്തെ കുട്ടികൾ. ജീവിതം തന്നെ വിദ്യാലയമായി കണ്ട് അനുദിനം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൗതുകം നിത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം ഭാവി അധ്യാപകർ. ഈ അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ആദ്യ വിൽപ്പന നടത്തും. ഇന്നു മുതൽ 14 തീയതി വരെയാണ് ഓണം ഫെയർ. ജില്ലാതല ഫെയറുകൾ നാളെ മുതൽ 14 വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കും. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണം വിപണി മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. കുടുംബശ്രീ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും.
കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ച ദ്വിദിന ഓണം ഖാദി റിബേറ്റ് മേള ഇന്ന് സമാപിക്കും. കോട്ടൺ, സിൽക്ക് സാരികൾ, ഷർട്ടുകൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാർ തുണികൾ എന്നിവയ്ക്കും തേൻ, എണ്ണ, സ്റ്റാർച്ചുകൾ തുടങ്ങിയ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും 30% വരെ റിബേറ്റും സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ മേഖലാ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് സൌകര്യവും ഉണ്ട്. ഓണത്തിന്റെ വരവറിയിച്ച് നാളെ അത്തം. സംസ്ഥാനത്തുടനീളം പൂക്കളുടെ വിളവെടുപ്പിനും തുടക്കമായിരിക്കുകയാണ്. കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീകളും സന്നദ്ധ സംഘടനകളും ഇത്തവണയും നാടൻ പൂക്കളുടെ കൃഷിയിൽ സജീവമായിരുന്നു. വിളവെടുപ്പ് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പൂവിപണിയും ഉണർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള പൂക്കളുടെ വരവും കൂടുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന ബെഞ്ചാണ് രൂപീകരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജി പാറയിൽ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം അറിയിച്ചത്. പാരീസ് പാരാലിമ്പിക്സിൽ 8ാം ദിനവും മെഡൽ പ്രതീക്ഷകൾ ഉയർത്തി ഇന്ത്യ. പാരാഷൂട്ടിംഗിൽ 50 മീറ്റർ റൈഫിൾ പ്രോൺ SH1 ഫൈനൽ വിഭാഗത്തിൽ സിദ്ധാർത്ഥ ബാബു, മോന അഗർവാൾ എന്നീ താരങ്ങൾ മത്സരിക്കും. അമ്പെയ്ത്തിൽ മിക്സഡ് വിഭാഗം റീകർവ് ഇനത്തിൽ സ്വർണ്ണ മെഡലിനായുള്ള മത്സരത്തിൽ ഹർവിന്ദർ സിംഗും പൂജയും കളത്തിലിറങ്ങും. പവർ ലിഫ്റ്റിംഗിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗം ഫൈനൽ മത്സരത്തിൽ അശോക് ഇന്ത്യയ്ക്കായി ഇറങ്ങും. പാരാ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടം T12 വിഭാഗം ഫൈനലിൽ സിമ്രാനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ F35 വിഭാഗം ഫൈനലിൽ അരവിന്ദും ഇന്ന് മത്സരിക്കുന്നുണ്ട്. അതേസമയം കാഴ്ച പരിമിതരുടെ പുരുഷ, വനിതാ ജൂഡോ ഫൈനൽ മത്സരങ്ങളും ഇന്ന് അരങ്ങേറും. പാരാലിമ്പിക്സിൽ ഇതുവരെ 5 സ്വർണവും 9 വെള്ളിയും 10 വെങ്കലവും ഉൾപ്പെടെ 24 മെഡലുകളാണ് ഇന്ത്യയുടെ നേട്ടം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കുന്ന മത്സരത്തിൽ ഫിനസ് തൃശൂർ ടൈറ്റൻസും അദാനി ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. 6:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ആലപ്പി റിപ്പിൾസും തമ്മിലാണ് പോരാട്ടം. ADGP MR അജിത് കുമാറിനെതിരെ നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നഗരത്തിലെ പൂജപ്പുര ശ്രീ ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ഗാനപരാഗം ലളിത സംഗീത സന്ധ്യ സംഘടിപ്പിക്കുന്നു. പുത്തൻ യുഗ്മഗാനങ്ങളും ആകാശവാണിയുടെ ജനപ്രിയ ലളിതഗാനങ്ങളും പ്രമുഖ ഗായകർ വേദിയിൽ അവതരിപ്പിക്കും. പരിപാടിയിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ്. കാലിക്കറ്റ് NITയിലെ 20ാമത് ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് നടക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് നെയ്യാർ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നെയ്യാർ ഇക്കോ ടൂറിസം സെന്ററിൽ നടക്കും. മന്ത്രി AK ശശീന്ദ്രൻ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 3D തിയേറ്റർ, ഇക്കോ ഷോപ്പ്, കഫ്തീരിയ, നവീകരിച്ച ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള KSRTCയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പാലോട് ഡിപ്പോയിൽ നിന്ന് ബജറ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടനം. വാഗമൺ, പരുന്തുംപാറ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യ യാത്ര. സീറ്റ് ബുക്കിംഗിന് 9744776050, 9946593355 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. പത്തനംതിട്ട ജില്ലാതല തദ്ദേശ അദാലത്തിലേക്ക് പൊതുജനങ്ങൾക്ക് ഇന്ന് കൂടി ഓൺലൈനായി പരാതികൾ നൽകാം. 10ാം തീയതി മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ രാവിലെ 8:30 മുതൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അദാലത്ത്. അന്നേ ദിവസം നേരിട്ടും പരാതി നൽകാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. നൈപുണ്യ വികസനം, അർദ്ധചാലകങ്ങൾ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയായി. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണത്തിന്റെ വരവറിയിച്ച് നാളെ അത്തം, സജീവമായി പൂവിപണി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനം. പാരീസ് പാരാലിമ്പിക്സിൽ കൂടുതൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ. വിവിധ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.